ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ചർച്ചാ വിഷയം. നമുക്കറിയാം, ഗൾഫിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചൊക്കെ ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ രൂക്ഷമായിട്ടുള്ള യുദ്ധം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സമീപകാലത്ത് കണ്ടതുപോലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ തീർച്ചയായിട്ടും അത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ഇന്ത്യക്ക് ഓയിൽ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ തന്നെ ഒട്ടനവധി ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നത് കൊണ്ടും, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ, എക്സ്പോർട്ട്, ഇവിടുന്ന് എക്സ്പോർട്ട്, അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട്, ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ എക്കോണമിയെയും നമ്മുടെ ജനജീവിതത്തെയൊക്കെ തന്നെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഗൾഫിൽ ഉള്ള കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ യുദ്ധങ്ങൾ എപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധിയും ആശങ്കകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനൊരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കെപ്പോഴും ആശിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം. ഇപ്പോൾ ഏകദേശം സംഘർഷങ്ങൾക്കൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഈ മിഡിൽ ഈസ്റ്റിനെ നമ്മൾ ഓയിലിന് വേണ്ടി, ക്രൂഡ് ഓയിലിന് വേണ്ടി നമ്മൾ എപ്പോഴും നമുക്ക് ആശ്രയിക്കേണ്ട ഒരു റീജിയനാണ്. അപ്പോൾ ഇന്ത്യക്ക് നമുക്കറിയാം, നമ്മളുടെ ഓയിലിൻ്റെ ആവശ്യം ഡിമാൻഡിൻ്റെ ഏകദേശം 80% മുകളിൽ, 90% നമ്മൾ ഇമ്പോർട്ടിനെയാണ് ആശ്രയിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ റിക്വയർമെൻറ്റ്സിൻ്റെ 80-90%, 80-90% നമ്മൾ വിദേശത്തു നിന്നും പല രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് പോലുള്ള ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അത് മാറിയും പറഞ്ഞൊക്കെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മളൊരു കൃത്യമായിട്ടൊരു രാജ്യത്തെ മാത്രം കൂടുതലായിട്ട് എപ്പോഴും നമ്മൾ ആശ്രയിക്കാറില്ല. സൗദി, UAE, ഇറാഖ്, കുവൈറ്റ്, റഷ്യ ഇപ്പോൾ ഞാൻ പറഞ്ഞ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയത്. നമുക്കെപ്പോഴും ചിലവ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിനാണ് നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, ഏകദേശം സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ഒക്കെ ഇപ്പോൾ ഈ സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഗൾഫിൽ നിന്നുമുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഈ എണ്ണ ഉൽപ്പാദനമൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പം UAEയും സൗദിയും കുവൈറ്റും ഒക്കെ തന്നെ അവരുടെ എണ്ണ ഉൽപ്പാദനം കൂട്ടുകയും അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ കയറ്റുമതിയൊക്കെ തന്നെ അത് പ്രത്യേകിച്ച് പ്രൊഡക്ഷനും അവരുടെ ഈ കയറ്റുമതിയൊക്കെ തന്നെ വളരെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് സജീവമാകാൻ തുടങ്ങി തീർച്ചയായിട്ടും. അപ്പോൾ അത് വളരെ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ സ്വാഗതാർഹമാണ്. കാരണം നമുക്ക് തീർച്ചയായിട്ടും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഓയിൽ ലഭിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കുറഞ്ഞ അളവിൽ ഓയിൽ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലോകത്ത് പ്രത്യേകിച്ച് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻസിൽ ഇതുപോലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പം സംഘർഷത്തിന് ഏകദേശം ആയി വന്നിട്ടുണ്ട്. എണ്ണ കയറ്റുമതിയിൽ ഗൾഫിൽ നിന്നുള്ള ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നൊക്കെ, അത് സൗദി, UAE, കുവൈറ്റ്, ഇറാഖ്, ഈവൻ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പോലും തന്നെ കയറ്റുമതിയിലൊക്കെ തന്നെ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജൂൺ മാസത്തിൽ ഈ പ്രതിദിനം 10 മില്യൺ ബാരലിലധികം ക്രൂഡ് ഓയിലാണ് ഗൾഫ് മേഖലയിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. ജൂൺ മാസത്തിലെ കണക്കാണ് ഇതിൽ. ഗൾഫ് മേഖല എന്ന് പറയുമ്പം ഏകദേശം ഈ GCC കൺട്രീസ് അല്ലെങ്കിൽ OPEC നേഷൻസിലുള്ള ഗൾഫ് രാജ്യങ്ങൾ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. മെയ് മാസത്തെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ 3 മില്യൺ ബാരലിലധികം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മെയ് മാസത്തിനേക്കാൾ കൂടുതൽ ജൂണിൽ തീർച്ചയായിട്ടും ഈ കയറ്റുമതി അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒന്ന് തണുത്ത് അവസ്ഥകളൊക്കെ പഴയ ഒരു അവസ്ഥയിലൊക്കെ എന്നുവെച്ചാൽ യുദ്ധത്തിന് മുമ്പുള്ള ഒരു സ്റ്റേജിലേക്ക് അവസ്ഥകളൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ UAE ആണ് ഇതിനകത്തിൽ ഏറ്റവും നേതൃത്വം വഹിക്കുന്നത്. അതായത് ഈ പറഞ്ഞ എണ്ണ വിപണിയുടെ തിരിച്ചു വരുന്നത് നമുക്കറിയാം. അവർ OPEC-ൽ നിന്ന് അവർ പോയി, ഇപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് എത്ര വേണമെങ്കിലും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, എത്ര വേണമെങ്കിൽ അവർക്ക് എക്സ്പോർട്ടും ചെയ്യാൻ ഇറക്കുന്നുണ്ട്. OPEC-നകത്തുള്ളപ്പോൾ അവർക്കറിയാം OPEC കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ട അനുസരിച്ച് മാത്രമേ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ക്രൂഡ് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ OPEC-ൽ നിന്ന് വെളിയിലായതുകൊണ്ട് അവർ ഫ്രീ ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട്, ഇഷ്ടമുള്ള മീൻസ് അവർക്ക് കഴിയുന്നത് എന്താണോ അവർക്ക് തീർച്ചയായിട്ടും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം യുദ്ധത്തിനുള്ള മുമ്പുള്ള ശരാശരിയേക്കാൾ 40% കുറവാണ് ഇപ്പോഴും UAE-യുടെ ഈ എണ്ണ
വിപണി എന്ന് പറഞ്ഞത്. കാരണം നമുക്കറിയാം പല ഡാമേജസും ഒക്കെ തന്നെ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനെല്ലാം റെക്ടിഫൈ ചെയ്ത് റീകൺസ്ട്രക്റ്റ് വരാനൊക്കെ അവർക്ക് സമയമെടുക്കും. എന്നിരുന്നാലും കാര്യങ്ങൾ പഴയതിലും അല്ലെങ്കിൽ പഴയതുപോലെ ആയിട്ടില്ലെങ്കിൽ തന്നെയും ആ യുദ്ധത്തിനോടനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിനോട് നമുക്ക് ഇപ്പം ഏപ്രിൽ മാസമൊക്കെ വളരെ സിവിയറായിരുന്നു. ഫെബ്രുവരി ലാസ്റ്റിലാണ് യുദ്ധം തുടങ്ങിയത്. മാർച്ച് ഏപ്രിൽ മാസമൊക്കെ വളരെ സിവിയറായിരുന്നു. മെയ് മാസവും തീർച്ചയായിട്ടും അത്ര പറയത്തക്ക സ്റ്റെബിലിറ്റി ഒന്നും വന്നില്ല. പക്ഷേ ജൂൺ ആയപ്പോഴത്തേക്ക് കാര്യങ്ങൾ ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. അപ്പോൾ അതുകൊണ്ടാണ് ജൂണിൽ ഇത്രയും വർദ്ധിച്ച ഉൽപ്പാദനവും കയറ്റുമതിയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ മാസം ജൂലൈയിൽ ഒരുപക്ഷെ പ്രശ്നങ്ങളൊന്നും ഇനിയും റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ചെയ്യാനുള്ള സാധ്യതയില്ലായിരിക്കും. റീസ്റ്റാർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എന്താണ് പറയുന്നത് ഈ ഓയിൽ മാർക്കറ്റ് വളരെ അധികം സജീവമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ UAE അവരുടെ പ്രൊഡക്ഷനൊക്കെ കൂട്ടിയെങ്കിൽ തന്നെയും യുദ്ധത്തിന് മുമ്പുള്ള ആ ഒരു ആവറേജ് ശരാശരിയേക്കാളും 40% കുറവാണ് ഇപ്പോഴത്തെ കയറ്റുമതി. അപ്പോൾ ഇതെല്ലാം പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ ഏകദേശം രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ സൂചനയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഗൾഫ് തീരങ്ങളിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ അടച്ചുകൊണ്ട് ഒത്തിരി നൂറുകണക്കിന് പിന്നെ മർച്ചൻ്റ് ഓയിൽ ടാങ്കേഴ്സ്, ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ അവിടെ കുടുങ്ങിക്കിടന്ന പിന്നെ അവർക്ക് ഈ ഓയിൽ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കാൻ UAEക്ക് സാധിച്ചു എന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഓയിൽ റവന്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ UAEക്ക് അത്ര കാര്യമാത്രമായിട്ട് ഇല്ലെങ്കിൽ തന്നെയും സൗദിയെ സംബന്ധിച്ചും കുവൈറ്റിനെ സംബന്ധിച്ചും ഇറാഖിനെയൊക്കെ സംബന്ധിച്ചും അവരുടെ മെയിൻ സ്റ്റേ ആണ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ എന്ന് പറഞ്ഞാൽ. സൗദിയെ സംബന്ധിച്ചൊക്കെ UAE പിന്നീട് UAEയിൽ ശരിക്കും പറഞ്ഞാൽ അബുദാബി എമിറേറ്റ്സിൽ മാത്രമേ ഉള്ളൂ കാര്യമായിട്ടുള്ള ഓയിൽ. ബാക്കിയുള്ള എമിറേറ്റ്സൊക്കെ തന്നെ, പ്രത്യേകിച്ച് ദുബായ് പോലുള്ള എമിറേറ്റ്സൊക്കെ തന്നെ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ എക്കോണമിക്ക് അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. സൗദിയെ സംബന്ധിച്ച് സൗദി അലട്ടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും ഓയിൽ റവന്യൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ്. അവരുടെ എക്കോണമി അത്രയ്ക്ക് അങ്ങോട്ട് ഡൈവേഴ്സിഫൈ ആയിട്ടില്ല. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നുണ്ട്. കാരണം ഇതുപോലുള്ള ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓയിൽ എന്നുള്ള റവന്യൂ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ രാജ്യവും എക്കോണമിയും അവർക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും മാറ്റങ്ങൾ UAE എന്നെ പ്ലാൻ ചെയ്തിട്ട് അവരെ എക്കോണമിക്ക് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് അവർക്കിപ്പം വലിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അബുദാബി എമിറേറ്റ്സിനെയൊക്കെ സംബന്ധിച്ച് ഓയിലും ഓയിൽ റവന്യൂ ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും അവർ വളരെ വൻതോതിലും അല്ലെങ്കിൽ നല്ല തോതിലും ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ മത്സരിച്ച് ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളും നമുക്കറിയാം, പ്രധാനപ്പെട്ട സൗദി, കുവൈറ്റ്, ഇറാഖ്, UAE ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ UAEയുടെ കയറ്റുമതി എക്കാലത്തെയും റെക്കോർഡെന്ന് പറയുന്നത് 3.7 മുതൽ 3.8 മില്യൺ ബാരലിൽ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ മെയ് മാസത്തേക്കാൾ ഏകദേശം 1 മില്യൺ ബാരലധികമാണിത്. അപ്പോൾ മെയ് മാസം അത്രയും സ്റ്റേബിൾ അല്ലായിരുന്നു. പക്ഷേ ജൂണിൽ ഏകദേശം കാര്യങ്ങൾ സ്റ്റേബിൾ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ ഓയിൽ പമ്പിങ് ചെയ്യാനും അത് അവർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ അവർക്ക് വിറ്റഴിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജൂണിലെ കയറ്റുമതി 7,68,000 ബാരൽ വർദ്ധിച്ച് പ്രതിദിനം 4.52 മില്യൺ ബാരലിലെത്തി എന്നുള്ളത് ഓരോ ദിവസവും കയറ്റുമതിയാണ് പറയുന്നത്. സൗദി വലിയ രാജ്യവും ഏറ്റവും കൂടുതൽ UAEക്കാളൊക്കെ ഓയിലുള്ളതുകൊണ്ടും തീർച്ചയായിട്ടും അവർക്ക് UAEക്കാളും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രതിദിനം 4.52 മില്യൺ ബാരലിൽ അവരുടെ എക്സ്പോർട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാഖ്, കുവൈറ്റ് ഈ രാജ്യങ്ങളിലൊക്കെ കയറ്റുമതി 8 ലക്ഷം ബാരൽ വീതമായിട്ട് ഉയർന്നു. കുവൈറ്റ് അവരുടെ ഉൽപ്പാദനം 1.65 മില്യൺ ബാരലായിട്ട് കൂട്ടിയിട്ടുണ്ട് പ്രതിദിനമായിരിക്കുന്നുണ്ട്. US ഏർപ്പെടുത്തിയ ഉപരോധം ഇറാൻ്റെ മുകളിലുള്ള ഉപരോധങ്ങളൊക്കെ ഇളവ് വരുത്തിയതോടുകൂടി ഇറാൻ്റെ കയറ്റുമതിയിൽ 70%-ലധികം വർധനമുണ്ട്. ഇനി ഇറാനൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ ആ ഒരു എന്താണല്ലേ അവരെ സമ്മർദ്ദത്തിലാക്കി വെച്ചിരിക്കും. സാങ്ഷൻസ് ഉണ്ടെന്നല്ലേ. അപ്പോൾ സാങ്ഷൻസിനൊക്കെ ഇളവ് ലഭിച്ചതോടുകൂടി ഏകദേശം 60 ദിവസത്തെ വേവർ കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് മാക്സിമം എണ്ണ അവർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റഴിക്കാനും കൂടുതൽ പൈസ അവർക്ക് എന്താണ് പറയുന്നത് ആർജിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ UAE സൗദിയൊക്കെ തന്നെ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടച്ചു എന്ന് നമ്മളൊരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അങ്ങനൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ സമയത്തൊക്കെ തന്നെ അവരുടെ ബദൽ പൈപ്പ് ലൈനാണ് അവർ ആശ്രയിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഇറാഖിനും കുവൈറ്റിനും ഇങ്ങനെയുള്ള ബദൽ സംവിധാനമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ UAEയുടെ അവരുടെ ദേശീയ എണ്ണ കമ്പനിയുടെ അഡ്നോക്ക് എന്ന് പറയുന്നത് അബുദാബി നാഷണൽ ഓയിൽ കമ്പനി. അപ്പോൾ അവരുടെ ഈ കമ്പനിക്ക് അവരുടെ കയറ്റുമതി വളരെ സ്മൂത്താക്കാൻ വേണ്ടി പ്രത്യേക
ടാങ്കർ ഷട്ടിൽ സർവീസും നടത്തി. അതൊക്കെ അവർ നേരത്തെ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇറാഖിനെ സംബന്ധിച്ചും കുവൈറ്റിനെ സംബന്ധിച്ചും അങ്ങനെയുള്ള ബദൽ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇതുപോലുള്ള പരിപാടികളിൽ ഏർപ്പെടാൻ സാധിച്ചില്ല. പക്ഷേ സൗദിക്കും UAE-ക്കൊക്കെ പൈപ്പ് ലൈൻസൊക്കെ ഉണ്ടായി, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അവർ കൂടുതൽ പൈപ്പ് ലൈനുകളിലൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകും ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. കാരണം ഈ കടലിൽ കൂടെ മാത്രം അവർക്ക് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും സമാനമായിട്ടുള്ള സങ്കീർണതകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, എപ്പോഴും ചേഞ്ചസ് ഉണ്ടാകുന്ന എപ്പോഴാണ്, മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഇതുപോലുള്ള ഈ ക്രൈസിസുകൾ ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലായാലും രാജ്യത്തിൻ്റെ ലൈഫിലായാലും ശരി, നമ്മളുടെ ഓരോ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്കോരോ ഈ പഴയതിൽ നിന്നും പുതിയ പുതിയ സംവിധാനങ്ങളിലേക്കും അല്ലെങ്കിൽ അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ മാറുന്ന എങ്ങനെയാണ് ഇതുപോലുള്ള ക്രൈസിസ് നമ്മൾ നേരിടുമ്പോഴാണ്. അന്നേരമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി ഇങ്ങനെ തൽസ്ഥിതിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ക്രൈസിസ് നമുക്ക് സംഭാവന ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്രൈസിസിലാണ് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും മാറുന്നതും അല്ലെങ്കിൽ മാറാൻ സാധ്യതയുള്ളൂ. അപ്പോൾ രാജ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യ അതുപോലുള്ള തീർച്ചയായിട്ടും സംവിധാനങ്ങൾ ഇപ്പോൾ UAE ആയിട്ടൊക്കെ നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ എനർജി ഫീൽഡിലും മറ്റ് സ്ട്രാറ്റജിക്കായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ നമ്മൾ കൂടുതൽ ബന്ധങ്ങൾ ആഴത്തിലാക്കുകയും അപ്പോൾ ഇതുപോലുള്ള എനർജി മാർക്കറ്റിൽ അല്ലെങ്കിൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ നമുക്ക് ഒരുപക്ഷെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളോ ഒക്കെ തന്നെ നമ്മൾ ഇനി പല ഇപ്പോൾ ഇന്ത്യയും ഒമാനും തമ്മിൽ പണ്ട് മുതലേ അങ്ങനൊരു പ്രോജക്റ്റിന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇനി അത് കൂടുതൽ അതിനെ ഒന്ന് സജീവമാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കടലിൽ കൂടെ തന്നെ ആയിരിക്കും നമുക്ക് കൊണ്ടുവരേണ്ടത്. എന്നാലും നമുക്ക് ഈ ഓയിൽ ടാങ്കേഴ്സ്, ഈ കടലിടുക്ക്, സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് കടലിടുക്ക് പോലുള്ള ഈ ചോക്ക് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ചോക്ക് പോയിൻറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ബ്ലോക്കേഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ പോകുന്ന ഭീഷണികൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നമുക്ക് ഒഴിവാക്കാൻ രാജ്യങ്ങൾ പരസ്പരമുള്ള ബയലാറ്ററലായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ കൂടെ ട്രാൻസിറ്റൊക്കെ ഉള്ള ഓയിൽ പൈപ്പ് ലൈൻസൊക്കെ തന്നെ ഇനിയും കൂടുതൽ എന്താണ് പറയുന്നത് ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഹോർമോസിലുള്ള തടസ്സങ്ങൾ, സുരക്ഷാ സാഹചര്യമൊക്കെ തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പലുടമകൾ വീണ്ടും ഗൾഫ് റൂട്ടിലേക്ക്, നമുക്കറിയാം കപ്പലുടമകൾ എന്ന് പറയുമ്പം യുദ്ധങ്ങളുണ്ടാകുമ്പോൾ കപ്പലുകൾ വിടത്തില്ല. കാരണം നമുക്കറിയത്തില്ല ഏത് സമയത്താണ്, കാരണം അത് എപ്പോഴും വാർ സോൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തിൽ സിവിലിയൻ ഇപ്പോൾ നമുക്കറിയാം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇരു രാജ്യങ്ങളും അവരുടെ എയർ സ്പേസ് ടോട്ടലി ബ്ലോക്ക് ചെയ്യും. അപ്പോൾ സിവിലിയൻ എയർക്രാഫ്റ്റിനൊന്നും പോകാൻ സാധിക്കത്തില്ല, ഇല്ലേ? അതുപോലെ തന്നെ കടലിലാകുമ്പോൾ നേവൽ വാർഫെയർ ഒക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് നേവൽ ഷിപ്പ് ഒഴിച്ച് ബാക്കി മർച്ചൻ്റ് ഷിപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള ട്രാൻസ്പോർട്ട് നമ്മൾ പറയുന്ന അതുപോലുള്ള സിവിലിയൻ ഷിപ്സ് ഒന്നും തന്നെ അനുവദനീയമല്ല. അപ്പം അത് റിസ്ക്കാണ്, നമുക്കറിയാം. അത് അനുവദിക്കത്തില്ല, ഒരു രാജ്യം അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. ഇപ്പം നമുക്ക് ഇപ്പോൾ ഇറാനും ഇസ്രായേലും അല്ലെങ്കിൽ അമേരിക്കൻ തമ്മിലുള്ള പ്രശ്നമെങ്കിൽ തന്നെയും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴി നമ്മളുടെ കപ്പലുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ പോകാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കപ്പലിൻ്റെ ഉടമകളൊക്കെ തന്നെ പ്രൈവറ്റ് കമ്പനികളുടെ ആയിരിക്കും കപ്പലുകളൊക്കെ തന്നെ നടന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ പബ്ലിക് സെക്ടർ യൂണിറ്റിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഒക്കെ തന്നെ ഗൾഫിൽ നിന്നും അവിടെ നിന്നൊക്കെ അവർ എണ്ണ കൊണ്ടുവരുന്നെന്ന് പറയുമ്പോഴും ഈ കപ്പലുകളൊക്കെ തന്നെ നല്ല സ്വകാര്യ മേഖലയിലൊക്കെ ഉള്ള കപ്പലുകളായിരിക്കും, മർച്ചൻ്റ് ഷിപ്സൊക്കെ തന്നെ ആയിരിക്കും. അവർ അതിന് തയ്യാറാകത്തില്ല. കാരണം അവരുടെ കപ്പലിന് ഡാമേജ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് യുദ്ധം തീർന്നാൽ മാത്രമേ, സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ അവരത് സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഏകദേശം ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് കപ്പലുടമകൾ വീണ്ടും ഗൾഫ് റൂട്ടിലേക്ക് സജീവമായിട്ട് അവരുടെ കപ്പലുകൾ കൊടുക്കുവാനോ അല്ലെങ്കിൽ അത് അയക്കുവാനോ അവർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എണ്ണ വിതരണം പഴയതുപോലെ ഏകദേശം സാധാരണയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എണ്ണയുടെ വില പഴയതിലൊക്കെ കുറഞ്ഞ് ഏകദേശം $72, അതായത് ബ്രെൻഡ് ക്രൂഡിൻ്റെ വില $72
എത്തിയിട്ടുണ്ട്. മറ്റൊരു മാർബൺ ക്രൂഡിന് $66 ആണിപ്പോൾ വില നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ, നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്കിത് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ നമ്മുടെ രാജ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പിന്നെ യുദ്ധം ഇല്ലാതിരിക്കുക എന്നുള്ളത് നമുക്കറിയാം. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയും നമ്മുടെ രാജ്യത്ത് ഒന്ന് അങ്ങോട്ട് പോകുന്ന എക്സ്പോർട്ടുകൾ ഇല്ലേ, ഇപ്പം കേരളത്തിൽ നിന്ന് ഒത്തിരി പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിലൊക്കെ ഈ മേഖലകളിലൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ യുദ്ധം ഉണ്ടായി സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് അടച്ചിട്ടപ്പോൾ ഇതൊന്നും തന്നെ അങ്ങോട്ട് പോവുകയോ അവിടുന്ന് എണ്ണ ഇങ്ങോട്ട് എണ്ണ മാത്രമല്ല, ഫെർട്ടിലൈസേഴ്സൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാരും പൊതുവെ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യമാണ്. ക്രൂഡ് ഓയിൽ മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഫെർട്ടിലൈസേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർട്ടിലൈസേഴ്സ് നമ്മൾ നല്ലൊരു തോതിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ ഫെർട്ടിലൈസേഴ്സ് അവിടെ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ പെട്രോളിയത്തിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് ലഭ്യമായില്ലെങ്കിൽ നമ്മുടെ കൃഷിയെ അത് ബാധിക്കും. നമ്മുടെ കൃഷിയെ ബാധിക്കുമ്പോൾ അത് ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കും. വിളവുകൾ കൃഷികളുണ്ടാകത്തില്ല. കൃഷി ഇല്ല, നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഏത് രാജ്യത്തിനെ സംബന്ധിച്ച് അഗ്രികൾച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൺസൂൺ, റെയിൻ, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ. ഇപ്പോൾ ഫെർട്ടിലൈസറിൻ്റെ ലഭ്യത ഇല്ലെങ്കിൽ കൃഷിയെ ബാധിക്കും. കൃഷിയെ ബാധിക്കുമ്പോൾ കൃഷിയുടെ ഫലങ്ങൾ നമുക്ക് പച്ചക്കറികളും പഴങ്ങളും ഒന്നും തന്നെ ഇല്ല, നമുക്ക് ലഭ്യമാകത്തില്ല കൂടുതൽ തോതിൽ. ആഭ്യന്തരമായിട്ടും പിന്നെ നമുക്ക് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനൊന്നും ലഭ്യമാകത്തില്ല. അപ്പോൾ ഗൾഫിൽ നിന്ന് ക്രൂഡ് ഓയിൽ മാത്രമല്ല, നല്ല തോതിൽ ഫെർട്ടിലൈസേഴ്സും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അലൂമിനിയം, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. സാധാരണ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതുമാത്രമല്ല, ഒട്ടനവധി പ്രധാനപ്പെട്ട ഇതുപോലുള്ള പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും, നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോക്ക് പോയിൻറ്റ്സൊക്കെ തന്നെ ബ്ലോക്കേഡിലാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ക്രൈസിസിലാകപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ടോട്ടലി എന്ത് ചെയ്യും, തടസ്സപ്പെടും. അപ്പോൾ നമ്മുടെ എക്കോണമിയും നമ്മുടെ ജനജീവിതത്തെയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗൾഫിൽ, മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, അവിടെ എപ്പോഴും സമാധാനം എന്ന് പറഞ്ഞൊരു അവസ്ഥ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി റെയിനി ഡേ.